പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇത് എൻ്റെ സ്കൂളിൽ ഇന്ന് നടന്ന ഒരു അസംബ്ലിയാണ്. നാളെ റമദാൻ ഒന്നാകാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ ആ നിലക്ക് ഇന്ന് കുട്ടികൾ എല്ലാവരും കൂടി അണിയിച്ചൊരുക്കിയ റമദാൻ സ്പെഷ്യൽ അസംബ്ലിയാണ്. 3ാം ക്ലാസ്സിലെ ഹാനിയ ഫർഹ എന്ന് പറയുന്ന കുട്ടി അവതരിപ്പിച്ച അറബി സ്പീച്ച് ഒന്ന് കേട്ടു. എല്ലാ ആഴ്ചയിലും ഞങ്ങളുടെ സ്കൂളിൽ ഇതുപോലെ അസംബ്ലി നടക്കാറുണ്ട്. ഓരോ ദിവസവും ഓരോ ക്ലാസ്സുകാരാണ്. 7 ഭാഷകളിൽ ചുരുങ്ങിയത് 5 ഭാഷകളെങ്കിലും കുട്ടികൾ ആ അസംബ്ലിയിൽ സംസാരിക്കാറുണ്ട്. ഇന്നും വ്യത്യസ്തമായിട്ട് ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഓരോ കുട്ടികളും ഓരോ ഭാഷകളിലായിട്ടാണ് അവരവർക്ക് ഉള്ള പരിപാടികൾ അവതരിപ്പിക്കുന്നത്. സ്പീച്ചായാലും ന്യൂസ് ആയാലും അതുപോലെ ടോക്കായാലും പിന്നെ വേറെ തോട്ടായാലും എന്താണെങ്കിലും അവർ വ്യത്യസ്ത ഭാഷകളെയാണ് തിരഞ്ഞെടുക്കുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു. ഞങ്ങളെ സ്കൂൾ എന്ന് പറയുന്നത് ഇഖ്റ വാൾഡോഫ് സ്കൂൾ. ഈ വാൾഡോഫ് സ്കൂളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ വാൾഡോഫ് സിസ്റ്റമാണ്. ഇഖ്റ ആണ് സ്കൂളിന്റെ പേരെങ്കിലും അവിടുത്തെ സിസ്റ്റം എന്ന് പറയുന്നത് വാൾഡോഫ്, അഥവാ ഒരു ജർമ്മൻ ടെക്നോളജിയാണ് അവിടുത്തെ മെയിൻ. അഥവാ കുട്ടികളെ കൊണ്ട് അവരുടെ കഴിവുകൾ തന്നെ പുറത്തെടുക്കുന്ന ഒരു പ്രത്യേക സിസ്റ്റം. കുട്ടികൾക്ക് എഴുതാൻ, വായിക്കാൻ, പ്രസംഗിക്കാൻ, പാട്ടുപാടാൻ, കുട്ടികളുടെ പഠനം കഴിയുമ്പോഴേക്കും സ്വയം പര്യാപ്തരാകുന്ന രീതിയിലേക്ക് കുട്ടികളെ മാറ്റിയെടുക്കുന്ന ഒരു നൂതനമായ സംവിധാനമാണ് വാൾഡോഫ് എന്ന് പറയുന്നത്. വെറും പുസ്തകത്താളുകളിൽ നിന്നുള്ള പഠനം മാത്രമല്ല, അനുഭവങ്ങളിൽ നിന്ന്, സാഹചര്യങ്ങളിൽ നിന്ന്, സ്കൂളിന്റെ പുറത്തു നിന്നും ഒക്കെ പഠിച്ചെടുക്കുന്ന വലിയ ഒരു സംവിധാനമാണ് വാൾഡോഫ് എന്ന് പറയുന്നത്. കുട്ടികൾ ഓരോന്നായിട്ട് വന്നിട്ട് അവരുടെ പരിപാടികൾ ഇങ്ങനെ പറയുന്നത് നോക്കുമെങ്കിൽ ഒരു പേടിയും അവർക്കില്ല. തീരെ മൈക്കിന്റെ മുമ്പിൽ വരാത്ത കുട്ടികൾ പോലും ഇവിടെ വന്നിട്ട് അവർക്ക് നൽകിയ ആ തോട്ടുകൾ അല്ലെങ്കിൽ എന്താണോ ഉള്ളതെങ്കിൽ അത് അവരെ അവതരിപ്പിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ വിജയം. ഇവിടെ നിന്ന് പുറത്തിറങ്ങിയ കുട്ടികൾക്ക് പിന്നെ സ്റ്റേജ് ഫിയർ എന്തായാലും ഉണ്ടാവും. അതാണല്ലോ ഒരു കുട്ടിക്ക് വേണ്ടത്. 4 ആളുടെ മുമ്പിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് 2 വാക്ക് പറയാൻ, അതാണായാലും പെണ്ണായാലും പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കിട്ടലാണ്. Ramadan teachers used to be kind, patient and thankful, happy.